Hello everyone, welcome back to Xylem Learning. It's me, Jamshah. Today we are going to know the summary of the chapter Debts of Gratitude. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓണം എക്സാമിനൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിന്റെ സമ്മറി നമ്മൾ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഏകദേശം ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് കിട്ടും. എന്നിട്ട് അതിന്റെ ഡിസ്കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്. നമ്മൾ നേരെ ഇതിന്റെ ഡെപ്ത്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു സെൽമ ലാഗലോഫിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറിലേക്ക് എടുക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് മൂപ്പരെ പറ്റിയിട്ട് നമ്മുടെ സെൽമ ലാഗലോഫിനെ പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞാലോ. അവർ ഭയങ്കര കിടിലല്ലേ. വാസ് എ സ്വീഡിഷ് റൈറ്റർ ആണ്. മാത്രമല്ല അതുപോലെ തന്നെ ഗോസ്റ്റ ബെർലിംഗ് സാഗ എന്ന് പറയുന്ന ആദ്യത്തെ നോവൽ പബ്ലിഷ് ചെയ്തത് 33-ാമത്തെ വയസ്സിൽ. അത് മാത്രമല്ല ഫസ്റ്റ് വുമൺ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ആദ്യമായിട്ടൊരു സ്ത്രീക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവരാണ് ഗൈസ്, ഇവരാണ്. ആൻഡ് ഷീ വാസ് അവാർഡ് ഇൻ 1990 ഈ അവാർഡ് കിട്ടുന്നത്. മാത്രമല്ല ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ടു ബി ഗ്രാൻഡഡ് എ മെമ്പർഷിപ്പ് ഇൻ സ്വീഡിഷ് അക്കാഡമി. സ്വീഡിഷ് അക്കാഡമിയിൽ 1940 ആദ്യമായിട്ട് അവാർഡ് മീൻസ് അതിന്റെ അഡ്മിഷൻ കിട്ടുന്ന അല്ലെങ്കിൽ അക്കാഡമിയിൽ മെമ്പർഷിപ്പ് കിട്ടുന്ന ആദ്യത്തെ വനിത കൂടിയാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ട്രെയിൻ ജേർണി ആൻഡ് റിഫ്ലക്ഷൻ, അതാണ് സ്റ്റാർട്ടിംഗ്. നോക്കാം. The narrator travels by train to Stockholm in evening. വൈകുന്നേരം സ്റ്റോക്ക്ഹോമിലേക്ക് ട്രെയിനിൽ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാ പോകുന്നേ? റിഫ്ലക്റ്റിംഗ് ഓൺ പ്രീവിയസ് വിസിറ്റ് ടു ദ സിറ്റി ഓഫ് ചാലഞ്ചിങ് ഇവന്റ്സ് സച്ച് ആസ് എക്സാം. അതിന് മുൻപുണ്ടായിരുന്ന ആ ഒരു സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ദിസ് ടൈം ഈ സമയം ദേ ആർ ഗോയിങ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. നോക്കടാ, പണ്ട് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ടും എക്സാം എഴുതാനും പോയിട്ടുണ്ടായിരുന്ന ഓർമ്മകൾ എപ്പോഴാണ് അവർക്ക് വരുന്നത്? അവർ പവർഫുൾ ആയിട്ട് ഈ പറഞ്ഞ നോബൽ പ്രൈസ് വാങ്ങാൻ പോകുന്ന ആദ്യമായിട്ടൊരു സ്ത്രീക്ക് നോബൽ പ്രൈസ് കിട്ടാൻ പോകണം. ആ നോബൽ പ്രൈസ് കിട്ടാൻ പോകുമ്പോഴാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ജോയ് ആൻഡ് സോറോ, സന്തോഷവും സങ്കടവും. എന്തിനാ സങ്കടം? നോക്കാം. While the narrator feels deep joy about winning the prize, നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ സന്തോഷം, ഇറ്റ്സ് ഓക്കെ, നമുക്ക് മനസ്സിലാകും. പക്ഷേ എന്തിനാ സങ്കടം? They are also saddened by the fact that their died father will not be there to share this happiness. ഈ സന്തോഷം പങ്കിടാൻ അവരുടെ മരിച്ച അച്ഛൻ ഉണ്ടാവില്ലല്ലോ എന്നുള്ള അതിയായ ദുഃഖവുമുണ്ട്. ഈ ഒരു പ്രൈസ് കിട്ടിയല്ലോ എന്നുള്ളതിന്റെ സന്തോഷമുണ്ട്. They lament not being able to tell him personally. അവരോട് ഈ ഒരു സന്തോഷ വാർത്ത പറയാൻ കഴിയാത്തതിൽ ഭയങ്കര ലാമന്റ് ആണ്, വിലപിക്കുന്നുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. ബട്ട് ടെസ്റ്റ്. അപ്പൊ ഇത് സെറ്റ് ആയിട്ട് വീഡിയോ ഇഷ്ടമായിട്ട് ഇതിന്റെ ശേഷം പറയാൻ പോകുന്നുണ്ട്. ഈ വീഡിയോയുടെ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സെറ്റ് ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിക്കാൻ മറന്നു വരുത്. നമുക്ക് പോവാണ്, നോക്കിക്കോ. ഡേ ഡ്രീമിംഗ് ഓഫ് റീയൂണിയനെ പറ്റിയിട്ടുള്ള ഡേ ഡ്രീമിംഗ്, പകൽ സ്വപ്നം കാണുകയാണ്. റീയൂണിയൻ ആരുമായിട്ട്? അച്ഛനുമായിട്ട്. നോക്കിയത് കാം മോഷൻ ഓഫ് ദ ട്രെയിൻ ലീഡ്സ് narrator to a ഡേ ഡ്രീം. ആ ട്രെയിനിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ആ ഒരു വളരെ കാം ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണം അവള് ഉറങ്ങിപ്പോവാണ്, ഉറക്കത്തിൽ സ്വപ്നം കാണാണ്. എന്താ സ്വപ്നം കാണുന്നത്? മീറ്റിംഗ് ദ ഫാദർ ഇൻ എ പീസ്ഫുൾ ആഫ്റ്റർ ലൈഫ്. സ്വർഗത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫ്, അതായത് പരലോകത്ത് വെച്ചിട്ടാണ് അവരെന്താക്കുന്നത്? ആ ഒരു സ്വപ്നം കാണാൻ പരലോകത്ത് അവർ രണ്ടാളും മീറ്റ് ചെയ്യുന്നത്. ഇതേ ഇമാജിൻ എ കോൺവെർസേഷൻ വേർ ദേ എക്സ്പ്രസ് ദെയർ മെറ്റഫോറിക്കൽ ഡെപ്ത്. അവരൊരു കടത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അവരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കോൺവെർസേഷൻ ഇമാജിൻ ചെയ്യണം. അങ്ങനെ ഇമാജിൻ ചെയ്തപ്പോൾ അവർ കടം പറയാണ്. ടു ദോസ് ഹു ഇൻസ്പയർഡ് ആൻഡ് സപ്പോർട്ടഡ് ദം. അവരെ ഇൻസ്പയർ ചെയ്തു സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ നന്ദിയുടെ ഒരു കടപ്പാടുണ്ട്. ഇൻക്ലൂഡിങ് അച്ഛൻ, അതുപോലെ തന്നെ ലിറ്റററി ഫിഗേഴ്സ്, അതുപോലെ തന്നെ നാച്ചുറൽസ്. പ്രകൃതിയോട് പോലും നന്ദി പറയുന്നുണ്ട്. പ്രകൃതി അത്രയും അടിപൊളിയായിട്ട് നിന്നതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ പ്രകൃതി നോക്കിക്കൊണ്ടാണല്ലോ എനിക്ക് ഈ ഒരു കവിതകളും കഥകളൊക്കെ എഴുതാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് മെറ്റഫോറിക്കൽ ഡെപ്ത് ഏതൊക്കെയാ? ഇൻ ദ ഇമാജിൻഡ് കോൺവെർസേഷൻ the narrator discuss their depths. അവരുടെ കടങ്ങളെ പറ്റി പറയുന്നുണ്ട്. To their father, അച്ഛൻ, to the teaching them about literature and the virtues, various influence like vagabonds and storytellers. ഈ vagabonds, storytellers ഇവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോറി പറഞ്ഞു കൊടുക്കലും അതുപോലെ തന്നെ ലിറ്ററേച്ചർ പഠിപ്പിച്ചു കൊടുക്കലും തുടങ്ങിയിട്ട് അത്രമേൽ ഇൻഫ്ലുവൻസ് ആര് തന്നിട്ടുണ്ട്? അച്ഛൻ തന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനെ ഓർക്കാണ് ആ ഒരു കോൺവെർസേഷനിൽ. മാത്രമല്ല they also mention their debt to readers. ഇവരിങ്ങനെ ഒരു കഥ ഇറക്കി, നോവൽ ഇറക്കി. ആ നോവൽ വായിക്കാൻ റീഡേഴ്സ് വേണ്ടേ? അപ്പൊ റീഡേഴ്സ് ഇന്ന് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ റീഡേഴ്സിന് താങ്ക്സ് പറയണം. ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു ഹാവ് ഷേപ്ഡ് ദെയർ കരിയർ. അവരുടെ ആ ഒരു ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ അവർ എത്രത്തോളം സഹായിച്ച കുറേ ആൾക്കാരുണ്ട്. അവർ അത്രയും അടിപൊളിയാക്കാൻ വേണ്ടി സഹായിച്ച കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നന്ദി പറയുകയാണ്. ആൻഡ് ഫാദേഴ്സ് റെസ്പോണ്ട്. അച്ഛൻ്റെ റെസ്പോൺസ് എന്താ? The imagined father responds with a joy and dismiss the complexity of repaying this metaphorical debt. നീ ഭയങ്കര സന്തോഷമുണ്ട് അച്ഛന് ഭയങ്കര സന്തോഷത്തിലാണ് ആ കോൺവെർസേഷൻ. ഇമാജിനേഷൻ ആണ് AI പോലെ. അങ്ങനെ അപ്പോൾ മെറ്റഫോറിക്കൽ ഡെപ്റ്റിനെ പറ്റിയിട്ടൊന്നും നീ ആലോചിക്കണ്ട.
നീ ഫോക്കസിങ് ഇൻസ്റ്റഡ് ഓൺ ദ ഹാപ്പിനെസ് ഓഫ് ദ പ്രൈസ്. ആ പ്രൈസിന് കിട്ടിയിട്ടുള്ള ഹാപ്പിനെസ്സിൽ നീ ഫോക്കസ് ചെയ്യും. ആ മെറ്റഫോറിക്കൽ ഡെപ്റ്റിനെ പറ്റിയൊക്കെ നീ ഒഴിവാക്കുക, അത് വിട്ടേക്കെന്ന് പറയണം. അത് ഇറ്റ്സ് ഓക്കെ, ബട്ട് എൻ്റെ നല്ല മനസ്സാണ് അത്, പക്ഷേ നീ വിട്ടേക്കെന്ന് പറയണം. കൺക്ലൂഷൻ ആൻഡ് ടോസ്. കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് ദ നരേറ്റർ കൺക്ലൂഡ്സ് ബൈ ഇൻവൈറ്റിംഗ് എവരിവൺ ടു ജോയിൻ ദ ടോസ് ടു ദ സ്വീഡിഷ് അക്കാഡമി. അപ്പോൾ സ്വീഡിഷ് അക്കാഡമിയിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് എന്താക്കുന്നത്, നമ്മുടെ ഈ ഒരു സെൽഫ് മലാഗ്രാഫ്, ഈ ഒരു പ്രസംഗം അല്ലെങ്കിൽ ആ ഒരു ഡേ ഡ്രീം അവസാനിപ്പിക്കുന്നത്. ഈ ഡേ ഡ്രീമിനെ പറ്റിയിട്ട് അവിടെ പ്രസംഗിക്കുന്നുണ്ട്, അവർ പറയുന്നുണ്ട് ഇവിടെ ഈ ഒരു നൊബൽ പ്രൈസ് വിന്നിങ് ആ ഒരു സ്പീച്ചിൽ, acknowledging that the honor of the prize is greater than any way to repay the profound debt they feel. അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട കടത്തിനെക്കാട്ടിലും വാല്യൂ ഉണ്ട്. അത്ര കടം ആണ് അവർക്കൊക്കെ. എന്താക്കണം, അവരോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ്, അവരോട് നന്ദി കടപ്പെട്ടിരിക്കുന്നു. ബട്ട് അതിനേക്കാളും വാല്യൂ ഉണ്ട് എന്തിന്, ഈ ഒരു പ്രൈസിന് എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവർ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളതിനെ പറ്റിയുള്ള കമൻറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ലൈൻ ബൈ ലൈൻ അല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്, സമ്മറിയാണ്. സമ്മറി വെച്ചിട്ട് നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് പഠിച്ച ആൾക്കാർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ 9th പഠിക്കുന്ന ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ലെറ്റ്സ് ലേൺ മോർ വിത്ത് ജെഡി. താങ്ക് യു. ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.